എല്ലാവർക്കും മായ 3D ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലോ പോളി സോഫ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കണ്ടു. അത് കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഇനി അത് കണ്ടവർ അടുത്ത ഘട്ടമായ UV അൺറാപ്പിങ്ങും ടെക്സ്ചറിങ്ങും നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നതാണ്. ആദ്യമേ തന്നെ UV അൺറാപ്പിംഗ് ചെയ്യുന്നതിനായി നമ്മുടെ മെനു ബാറിലുള്ള UVയിൽ ക്ലിക്ക് ചെയ്ത് UV എഡിറ്റർ ക്ലിക്ക് ചെയ്യുക. പക്ഷേ ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വേറൊരു സ്ക്രീൻ ഉണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നമുക്കിതിവിടെ ഇങ്ങനെ ഡോക്ക് ചെയ്ത് ഇടാൻ പറ്റുന്നതാണ്. ഇത് രണ്ടുമല്ലെങ്കിൽ നമ്മൾ വർക്ക് സ്പേസിൽ പോയി യൂഷ്വലി നമുക്ക് ജനറൽ ആയിരിക്കും ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റീസെറ്റ് ചെയ്ത് കറണ്ട് സ്പേസ് ഇങ്ങനെയായിരിക്കും. അതിന് പകരം വർക്ക് സ്പേസിൽ പോയി ജനറൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് UV എഡിറ്റിങ്ങിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ UV എഡിറ്റിംഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതുപോലെ UV ടൂൾ കിറ്റ് ഇവിടെ കിട്ടും, ചാനൽ ബോക്സ് ഇവിടെ കിട്ടും, ടൂൾ സെറ്റിംഗ്സ് കിട്ടും, ആട്രിബ്യൂട്ട് എഡിറ്ററും കിട്ടുന്നതാണ്. ഇവിടെ നമുക്ക് ആവശ്യമായത് ടൂൾ കിറ്റും UV എഡിറ്ററുമാണ്. ഇതിന് ശേഷം നമ്മൾ ഏതാണോ UV അൺറാപ്പിംഗ് ചെയ്യാൻ പോകുന്നത് അത് സെലക്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഹൈഡ് ചെയ്യാം. അതിനായി Ctrl 1 ക്ലിക്ക് ചെയ്താൽ ഐസൊലേഷൻ മോഡിലേക്ക് പോകുന്നതാണ്. ഇനി ഇത് ഐസൊലേഷൻ മോഡിലേക്ക് കൊണ്ടുപോയതിനു ശേഷം നമുക്ക് ഇത് ഒബ്ജക്റ്റ് മോഡിലേക്ക് മാറ്റണം. ഇതിന് ശേഷം നമ്മൾ മേലുള്ള ഡിലീറ്റ് ബൈ ഹിസ്റ്ററി ക്ലിക്ക് ചെയ്ത് ഫ്രീസ് ട്രാൻസ്ഫോർമേഷൻ ക്ലിക്ക് ചെയ്ത് അതുപോലെ തന്നെ സെൻറ്റർ പൈവറ്റും ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ഇനി നമ്മൾ UV എഡിറ്ററിൽ പോയി റൈറ്റ് ക്ലിക്ക് ചെയ്ത് UV ഷെല്ല് ക്ലിക്ക് ചെയ്താൽ നമുക്കിതുപോലെ നമ്മുടെ ഹോൾ മോഡൽ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നമ്മുടെ ആവശ്യം ഇത് ഫ്രണ്ട് വ്യൂ ആണെന്ന് നമുക്കറിയാം. ഇവിടെ നമ്മുടെ ആവശ്യം ടെക്സ്ചറിങ് ഇടുമ്പോൾ ഇതുപോലെ ഒരു സെറ്റായിട്ട് വരേണ്ടതാണ്. നമുക്കിവിടെ ഒരു വൈറ്റ് കളറിലുള്ള ഒരു എഡ്ജ് കാണാവുന്നതാണ്. അതാണ് സീംസ് എന്ന് പറയുന്നത്. ഇവിടെ അത് റെപ്രസെന്റ് ചെയ്യുന്നത് അത് സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുന്നതാണ്. നമ്മൾ എഡ്ജ് മോഡിലേക്ക് പോയി ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എവിടെയാണ് ആ സീംസ് എന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നതാണ്. ഇത് ഫ്രണ്ട് വ്യൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ അറ്റാച്ച്ഡ് ആയിരിക്കണം. പക്ഷെ ഇത് മൊത്തം കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുക. എവിടെയൊക്കെയാ കട്ട് എവിടെയൊക്കെയാ ഇതെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് UV ഷെല്ലിലേക്ക് പോയി ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ കീബോർഡിലുള്ള ഡിലീറ്റ് പ്രസ് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റ് മോഡിലേക്ക് പോവുക. ഇപ്പോൾ ഒബ്ജക്റ്റ് മോഡിലേക്ക് പോയില്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന സംഭവം സാധ്യമാവുന്നതല്ല. ഇത് ഒബ്ജക്റ്റ് മോഡിലേക്ക് കൊണ്ടുപോയതിന് ശേഷം UV എഡിറ്ററിൽ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്യാമറ ബേസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ UV എഡിറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ ക്യാമറ വ്യൂവിൽ ഈ UV പ്ലേസ്ഡ് ആയിരിക്കുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ആദ്യമേ നമുക്ക് ഈ ബേസിലുള്ള ഇതെല്ലാം കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യമേ നമ്മൾ അടുത്തേക്ക് വന്ന് എഡ്ജ് മോഡിലേക്ക് പോയി ഈ സെൻറ്ററിലുള്ള ഈ എഡ്ജുകൾ ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇതുപോലെ സെലക്ട് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക് കൊടുത്ത് കട്ട് എന്ന ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് UV ടൂൾ കിറ്റിലുള്ള കട്ട് ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ കട്ടിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ കട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം UV ഷെല്ലിലേക്ക് പോയി ഈ സിംഗിൾ ഒബ്ജക്റ്റ് രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റായി മാറുന്നതാണ്. ഇനി നമുക്ക് ഇതിന്റെ ബേസ് എടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ മൂവ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഈ കോണിലുള്ള ഈ എഡ്ജസ് നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനായി എഡ്ജ് മോഡിലേക്ക് പോവാം. അതിനുശേഷം വീണ്ടും നമ്മൾ ഇതുപോലെ ഈ കോണിലുള്ള ഇതെല്ലാം സെലക്ട് ചെയ്യുക. ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും കട്ടിൽ പോയി ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം UV ഷെൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് UV ടൂൾ കിറ്റിൽ പോയി കഴിഞ്ഞാൽ അൺഫോൾഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്താലും കിട്ടുന്നതാണ്. ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് അൺഫോൾഡിൽ പോയി അൺഫോൾഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് അൺഫോൾഡ് ആവുന്നതാണ്. പക്ഷെ നമ്മൾ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സീംസ് കൊടുക്കുമ്പോൾ ഈ ഓപ്പൺ സ്പേസ് ആയിട്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ടെക്സ്ചർ ആഡ് ചെയ്യുമ്പോൾ ഈ ഡിഫറൻസും കാണാൻ കഴിയുന്നതാണ്. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ചെക്കർ മാപ്പ് എന്ന് പറഞ്ഞു. ഈ ചെക്കർ മാപ്പ് ഓൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടെക്സ്ചർ ആഡ് ചെയ്താൽ എങ്ങനെ കിട്ടും അതുപോലെ തന്നെയായിരിക്കും ഈ ടെക്സ്ചർ മാപ്പ് പ്ലേസ് ആവുന്നത്. ഇപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സെപ്പറേഷൻ കാണാൻ കഴിയുന്നതാണ്. ഇങ്ങനെ ഒരു സെപ്പറേഷൻ വന്നു കഴിയുമ്പോൾ ടെക്സ്ചർ ആഡ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു സെപ്പറേഷൻ ആയിരിക്കും വരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാമെന്ന് കഴിയുന്നതിന്
ഇതുപോലെ എഡ്ജ് മോഡിലേക്ക് പോയി ഈ എഡ്ജ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ആൻഡ് സ്യൂവിൽ സ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതുപോലെ സ്യൂ ചെയ്ത് വിടുക. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കോർണേഴ്സിലും ചെയ്ത് വിടാം. ഇനി നമ്മൾ വീണ്ടും യു വി ഷെല്ലിലേക്ക് പോയി സെലക്ട് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് യു വി അൺഫോൾഡിൽ പോയി അൺഫോൾഡ് ചെയ്യുക. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ടെക്സ്ചർ ഇടുമ്പോൾ ഇതുപോലെ അറ്റാച്ച്ഡ് ആയിട്ടായിരിക്കും വരുന്നത്. ഇനി നമുക്ക് ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ട് എവിടെയാണെന്ന് കണ്ടുപിടിക്കുക. അതിനായി കൺട്രോൾ 1 കൊടുത്ത് നമുക്ക് ഐസൊലേഷൻ മോഡിൽ നിന്ന് വെളിയിൽ വരാം. അതിനുശേഷം ഫേസ് മോഡിൽ പോയി ഈ ഫേസ് ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ യു വി ഷെല്ലിലേക്ക് പോയി ഈ ക്ലിക്ക് ചെയ്ത് നമുക്ക് റൊട്ടേഷൻ മോഡിലേക്ക് പോയി ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്യാം. W പ്രസ് ചെയ്ത് ഇതൊന്ന് മൂവ് ചെയ്ത് ഇതിനുള്ളിൽ വെക്കാം. ഇതിനുള്ളിൽ വെക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതുപോലെ 1:1 ഒരു ബോക്സ് ഉണ്ട്. ഈ ബോക്സിനുള്ളിൽ വെക്കുക. അതിനുശേഷം മുകളിലുള്ള ഈ ഫേസസ് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് യു വി അൺഫോൾഡ് ചെയ്യുക. ഇതിന് ശേഷം ഇതിൻ്റെയും ഫേസ് നമ്മൾ ഫ്രണ്ട് ഫേസ് എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ സെലക്ട് ചെയ്തതിന് ശേഷം മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ യു വി ഷെല്ലിലേക്ക് പോയി ഈ പ്രസ് ചെയ്ത് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് നമ്മളിത് അറേഞ്ച് ചെയ്യണം. ഇനി W പ്രസ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഈ സൈഡിലേക്ക് കൊണ്ടുവരാം. ഇനി ഇത് രണ്ടും സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ചെക്കർ ബോക്സ് ഓഫ് ചെയ്യാം. ചെക്കർ ബോക്സ് ഓഫ് ചെയ്തതിന് ശേഷം ഈ രണ്ടും സെലക്ട് ചെയ്ത് അറേഞ്ച് ആൻഡ് ലേഔട്ടിൽ പോയി ഇത് ഓറിയൻ ഷെല്ല് കൊടുക്കുക. ഓറിയൻ ഷെല്ല് കൊടുക്കുമ്പോൾ ഇത് ഏകദേശം സ്ട്രെയിറ്റ് ആകുന്നതാണ്. അതിനുശേഷം ലേഔട്ടിൽ പ്രസ് ചെയ്താൽ മതി. ഇതിന് ശേഷം നമ്മൾ 6 പ്രസ് ചെയ്ത് ഇതുപോലെ സ്കെയിൽ ചെയ്ത് വീണ്ടും നമ്മൾ W പ്രസ് ചെയ്ത് ഇതുപോലെ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കാതെ കുറച്ച് സ്പേസ് വിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഒന്ന് നമ്മൾ ലേഔട്ട് ചെയ്തതിന് ശേഷം ഇത് ഫുള്ളായിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ 6 പ്രസ് ചെയ്ത് സ്കെയിൽ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ടെക്സ്ചർ വളരെ വലുതും ഇവിടെയുള്ള ടെക്സ്ചർ വളരെ ചെറുതുമാകുന്നതാണ്. അത് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൽ ടെക്സ്ചർ ആഡ് ചെയ്യാം. അതിനായി റൈറ്റ് ക്ലിക്ക് ചെയ്ത് അസൈൻ ന്യൂ മെറ്റീരിയൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അർണോൾഡ് ഷേഡറിൽ പോയി എ സ്റ്റാൻഡേർഡ് സർഫസ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ എ സ്റ്റാൻഡേർഡ് സർഫസസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ആട്രിബ്യൂട്ട് എഡിറ്ററിലുള്ള നമ്മുടെ എ സ്റ്റാൻഡേർഡ് സർഫസിൽ പോകണം. ഇവിടെ നമുക്ക് കുഷൻ പേര് മാറ്റാം. ഇനി കുഷനിലെ ബേസിലുള്ള ഈ കളറിൽ പോയി നമ്മൾ ഇതുപോലെ ചെക്കർ ബോക്സ് ക്ലിക്ക് ചെയ്യണം. ഇതിന് ശേഷം നമ്മൾ ഫയലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇമേജ് നെയിമിലെ ഫോൾഡറിൽ പോയി നമ്മൾ എവിടെയാണോ നമ്മുടെ ടെക്സ്ചർ ഇട്ടേക്കുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് ടെക്സ്ചർ കിട്ടാൻ പാടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഗൂഗിളിൽ പോയി ഫ്രീ 3D ടെക്സ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് 3D ടെക്സ്ചേഴ്സ് കിട്ടുന്നതാണ്. ഇനി ഞാൻ എവിടെയാണോ ടെക്സ്ചർ ഡൗൺലോഡ് ചെയ്തിട്ടേക്കുന്നത് ആ ഇടത്തേക്ക് പോയി ഞാൻ എൻ്റെ ടെക്സ്ചർ എടുക്കാം. ഇവിടെ ഫാബ്രിക് 036 എന്ന് പറഞ്ഞൊരു ടെക്സ്ചർ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഫാബ്രിക് കളർ ഞാൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കാണാവുന്നതാണ് ടെക്സ്ചർ പ്ലേസ് ആയിട്ടുണ്ട്. പക്ഷെ ഇവിടെ കാണാൻ കഴിയുന്നില്ല. അതിവിടെ കാണണമെങ്കിൽ നമ്മളിവിടെ പോയി ഈ ടെക്സ്ചേർഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് അസൈൻ ആയിട്ടില്ലായിരുന്നു, കാരണം നമ്മളത് എഡ്ജ് മോഡിലായിരുന്നു. നമ്മൾ ഒബ്ജക്റ്റ് മോഡിലേക്ക് വന്നതിന് ശേഷം അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റീഅസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അസൈൻ ചെയ്ത് കിട്ടുന്നതാണ്. ഇപ്പോൾ ഇത് നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ ടെക്സ്ചർ ഇരിക്കുന്ന പൊസിഷൻ ശരിയല്ല. സോ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ യു വി മോഡിലേക്ക് പോയി ഈ മോഡൽ സെലക്ട് ചെയ്തതിന് ശേഷം ഈ പ്രസ് ചെയ്ത് ഇതുപോലെ നമുക്കിത് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് മാനുവലി. അതിനുശേഷം നമ്മൾ വീണ്ടും യു വി ടൂൾ കിറ്റിൽ പോയി ഓറിയൻ ഷെല്ല് കൊടുത്ത് ഇത് സ്ട്രെയിറ്റ് ആക്കുക. അതിനുശേഷം W കൊടുത്തതിന് ശേഷം ഇതുപോലെ ഉള്ളിലേക്ക് നമ്മളിത് കൊണ്ടുവരണം. ഇത് കൊണ്ടുവന്നതിന് ശേഷം ഒബ്ജക്റ്റ് മോഡിലേക്ക് പോയി നമ്മൾ സെലക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് ഇതായിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള
കുഷൻസ് എല്ലാം നമുക്ക് അൺറാപ്പ് ചെയ്ത് ചെയ്യണം. ഇനി നിങ്ങൾക്ക് ഈ യു വി ഫോട്ടോഷോപ്പിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് ഈ യു വി ഫോട്ടോഷോപ്പിൽ കൊണ്ടുപോയി അവിടെ പോയി നമുക്ക് ടെക്സ്ചർ ആഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പുതിയതായിട്ട് ഒരു ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് നമ്മൾ യു വി എഡിറ്ററിലുള്ള ഇമേജിൽ പോയി യു വി സ്നാപ്ഷോട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഏത് ഫോർമാറ്റിലാണോ വേണ്ടത്, PNG വേണോ ഇതിൽ വേണോ, ഏത് ഫോർമാറ്റിലാണോ വേണ്ടത് അത് എടുത്തതിന് ശേഷം നമ്മുടെ ലൊക്കേഷനും സെറ്റ് ചെയ്തതിന് ശേഷം അപ്ലൈ ആൻഡ് ക്ലോസ് എന്ന് പറഞ്ഞ് ചെയ്താൽ മതി. ഇതിന് ശേഷം നമുക്ക് ഇമേജ് എടുത്ത് ഫോട്ടോഷോപ്പിൽ കൊണ്ടുപോയി നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ നമ്മൾ കുഷൻസ് എല്ലാം അൺറാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരെണ്ണത്തിൻ്റെ മുകളിൽ മറ്റൊരെണ്ണം എടുത്തു വെക്കാം. കാരണം ഇത് സിമിലർ ആയതുകൊണ്ട്. പക്ഷെ ഇത് മാനുവലി കുറച്ച് കഷ്ടമായിരിക്കും. അതുകൊണ്ട് നമ്മൾ യു വി ഷെല്ലിലേക്ക് പോയി ഈ സെല്ലുകൾ മാത്രം സെലക്ട് ചെയ്തതിന് ശേഷം, അതായത് ഷിഫ്റ്റ് കൊടുത്ത് ഇതും കൂടെ ഒന്ന് സെലക്ട് ചെയ്താൽ മതി. അതിനുശേഷം ഈ ടോപ്പ് ഫേസസ് മാത്രം സെലക്ട് ചെയ്തതിന് ശേഷം, ടോപ്പ് ഫേസസ് ഉള്ള ഷെല്ലുകൾ മാത്രം സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ സ്റ്റാക്ക് സിമിലർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാം ഒരു സിംഗിൾ സെല്ലിലേക്ക് മാറുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതും ഇതുപോലെ സെലക്ട് ചെയ്ത് സ്റ്റാക്ക് സിമിലർ എന്ന് പറഞ്ഞാൽ സിമിലർ എന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ മണ്ടിൽ ഓരോന്നായിട്ട് അറേഞ്ച് ആയിക്കോളും. ഇപ്പോൾ നമുക്കിത് മാനുവലി നമുക്കിത് കറക്റ്റ് ചെയ്യേണ്ട ആവശ്യം വരികയില്ല. ടെക്സ്ചേഴ്സ് എല്ലാം സിമിലറും ആയിരിക്കും. ഇതുപോലെ സിമിലർ ആയിട്ട് ചെയ്യണമെങ്കിൽ മാത്രം നമ്മളിത് ചെയ്താൽ മതി. അതുപോലെ തന്നെ താഴെയുള്ള ഈ കുഷൻസും, അതായത് ഒബ്ജക്റ്റ് മോഡിലേക്ക് പോയി ഇതും നമുക്ക് സെലക്ട് ചെയ്യാം. ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം യു വി ഷെല്ലിലേക്ക് പോയി ഇതുപോലെ നമ്മൾ ടോപ്പ് ഫേസസ് ഉള്ള ഷെല്ലുകൾ സെലക്ട് ചെയ്തതിന് ശേഷം സ്റ്റാക്ക് സിമിലർ കൊടുത്ത്, അതുപോലെ തന്നെ ബോട്ടം ഫേസസ് ഉള്ള ഷെല്ലുകൾ സെലക്ട് ചെയ്തതിന് ശേഷം സ്റ്റാക്ക് സിമിലർ കൊടുക്കുക. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ടെക്സ്ചേഴ്സ് എല്ലാം സിമിലർ ആയിട്ടായിരിക്കും. നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് വേണമെങ്കിൽ മാത്രം ഇത് കുറച്ച് അറേഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് അറേഞ്ച് ചെയ്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ ഇത് ഇതുപോലെ സ്റ്റാക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ കുഷനിൽ ഇട്ടേക്കുന്ന ടെക്സ്ചറിലും ഇതിലെല്ലാം കുറച്ച് വ്യത്യാസമുണ്ടെന്ന്. ഇതിൻ്റെ ത്രെഡ്സിനെ കുറിച്ച് വലുപ്പം കൂടുതലും ഇതിൻ്റെ ത്രെഡ്സിനെ കുറിച്ച് വലുപ്പം കുറവുമാണ്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഒരു കുഷൻസ് ഫുള്ളായിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ലെഗ്സ് വേണ്ട, ഈ കുഷൻ ഫുള്ളായിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം യു വി എഡിറ്ററിൽ പോയി നമുക്ക് വീണ്ടും ലേഔട്ട് എന്ന ഓപ്ഷൻ കൊടുക്കാം. ലേഔട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം സെലക്ട് ചെയ്ത് യു വി ഷെല്ലിലേക്ക് പോയി ഇതെല്ലാം സെലക്ട് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്കെയിലിംഗ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഉള്ള ടോപ്പ് ഫേസസ് ഫുൾ ഇതുപോലെ സെലക്ട് ചെയ്ത് നമുക്ക് നേരത്തെ ചെയ്തതുപോലെ സ്റ്റാക്ക് സിമിലറും ഇതുപോലുള്ള ഈ ഫേസസ് എല്ലാം സ്റ്റാക്ക് സിമിലർ കൊടുക്കാം. ഇത് രണ്ടും ക്ലിക്ക് ചെയ്ത് സ്റ്റാക്ക് സിമിലർ കൊടുക്കുമ്പോഴത്തേക്ക് ആകാത്ത കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷേപ്പ് വ്യത്യാസമുള്ളത് കാരണം. ഇതുപോലെ ഷേപ്പ് വ്യത്യാസമുള്ളപ്പോൾ സ്റ്റാക്ക് സിമിലർ വർക്കാകത്തില്ല. അതുകൊണ്ട് ഉള്ളത് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഇതുപോലെ സെലക്ട് ചെയ്ത് നമുക്ക് റീഅറേഞ്ച് ചെയ്യണം. ഈ തവണ നമ്മൾ മാനുവലായിട്ടായിരിക്കും റീഅറേഞ്ച് ചെയ്യാൻ പോകുന്നത്. അതായത് ഇതുപോലെ ഈ സെല്ലുകൾ മാത്രം സെലക്ട് ചെയ്ത് W പ്രസ് ചെയ്ത് ഇതുപോലെ നമ്മൾ മാനുവലായിട്ട് മൂവ് ചെയ്യാം. ഇതുപോലെ അറേഞ്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മുടെ കുഷനിലെ കളറിൽ പോയി ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്ലേസ് 2D ടെക്സ്ചർ 1 എന്ന് സെലക്ട് ചെയ്ത് റിപ്പീറ്റ് UV എന്നുള്ളത് നമ്മളൊരു 5ലേക്ക് ഇങ്ങനെ മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്ചർ കുറച്ചും കൂടെ ചെറുതാകുന്നതാണ്. ഇപ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇരിക്കുന്നതാണ്. ഇനി ഇതിലും ചെറുതാക്കണമെങ്കിൽ നമുക്കിതുപോലെ വീണ്ടും നമുക്ക് 8 മാറ്റാൻ കഴിയുന്നതാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ടൈലിംഗ് മാറ്റുമ്പോൾ നമ്മൾ സ്പെക്കുലറിൻ്റെ മാപ്പ് എല്ലാം ആഡ് ചെയ്യുമ്പോൾ ഇതിലും നമ്മൾ ടൈലിംഗ് മാറ്റേണ്ടതാണ്. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഒബ്ജക്റ്റിന് UV അൺറാപ്പിംഗ് ചെയ്തതിന് ശേഷം ടെക്സ്ചർ ആഡ് ചെയ്യുന്നത്. ഇതുപോലെ യൂസ്ഫുൾ ആയ വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്